ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറേ 1-2-3 ആഴ്ചകളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ക്ലീനിങ് ആട്ടെ ഒരു പരിപാടിയും പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണേലും ഇന്നിപ്പോൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കുകയാണ്. വൈകുന്നേരം ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് ഒഴിവാക്കി അതൊന്ന് മാറ്റിയെടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ഊണ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഒന്ന് ക്ലീനാക്കി വരുമ്പോഴത്തേക്കിന് ആ പാത്രങ്ങളെല്ലാം ഒഴിവാവുമല്ലോ, ഉണങ്ങുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ, അതായത് സ്റ്റൗവിൻ്റെ ആ ഭാഗത്ത്, മിക്സിയൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് എല്ലാ സാധനങ്ങളും ഒന്നെടുത്ത് ഒഴിവാക്കി അതിന് ശേഷം ഒന്ന് അവിടെയും ഒന്ന് ക്ലീനിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ നിമൈലിൻ്റെ ഒരു ലോഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തേച്ച് ഈ നമ്മുടെ സ്റ്റൗവിൻ്റെ മേലെ ഒക്കെ ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് നല്ലോണം വെള്ളത്തിൽ ഒന്ന് ഒഴിച്ചിടുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ നമ്മുടെ അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ആവുമല്ലോ, ഒന്ന് കുതിരുമല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി എളുപ്പമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ലോഷൻ വെച്ചിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ മേൽഭാഗം ഒന്ന് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം അടിഭാഗം കൂടി അതുപോലെ തന്നെ, അടിഭാഗത്ത് ഈ പാലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതേ ഉള്ളായിരുന്നു കേട്ടോ. ഈ ലോഷൻ വെച്ചിട്ടൊന്നും ക്ലീൻ ആക്കിയില്ലായിരുന്നു, നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട്. അപ്പം ഈ ഒരു ജനലും കൂടി ഒന്ന് ഒതുക്കി ക്ലീൻ ചെയ്തിട്ടോ. അതിൻ്റെ മേലെ കുറച്ച് ചെടികളൊക്കെ, ഇലച്ചെടികളൊക്കെ, വാട്ടർ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചതിന് ശേഷം ഒന്ന് പൊടിയൊക്കെ ക്ലീനാക്കി. ഈ നമ്മുടെ വാഷ് ബേസിൻ്റെ ഈ ഒരു ഏരിയ, വെള്ളമൊക്കെ തെറിക്കുന്ന, പാത്രമൊക്കെ കഴുകുമ്പോൾ അഴുക്കൊക്കെ തെറിക്കുന്ന ആ ഭാഗം എല്ലാ ദിവസവും ക്ലീനാക്കി വിടാറുള്ളതാണ്. പക്ഷേ ഡീപ്പ് ക്ലീൻ ചെയ്ത കൂട്ടത്തിൽ മേളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ തുടച്ച് വന്നപ്പോഴത്തേന് അത് ഇതുപോലെ അഴുക്കാവുമല്ലോ, അതുകൊണ്ട് അതും കൂടി ഒന്ന് തുടച്ചു. അപ്പം സ്റ്റൗവിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലോഷൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞത് കൊണ്ട് നമ്മുടെ ആ അഴുക്കൊക്കെ ഒന്ന് കുതിർന്നു. അങ്ങനെ വലിയ അഴുക്കൊന്നുമില്ല, എന്നാലും ഉള്ളതൊക്കെ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് കുതിർന്നതിന് ശേഷം ഞാൻ വേറൊരു തുണി വെച്ചിട്ട് അത് നല്ലോണം തുടച്ചെടുക്കണ്ട കേട്ടോ. 2-3 ആഴ്ചയായിട്ട് നമുക്ക് ഓരോരോ ഇടത്ത് പോവുകയും അതുപോലെ മീറ്റിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ അടിച്ചു വാരാനൊക്കെ ഉണ്ട്. അതുപോലെ അടുക്കിപ്പെറുക്കലും പരിപാടിയും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ സ്റ്റൗവെല്ലാം നല്ലോണം ക്ലീനാക്കിയതിന് ശേഷം നമ്മുടെ ബർണർ ആ സംഭവം എന്താ പറയുക, അതൊന്ന് തിരിച്ച് വെച്ചു. അപ്പോൾ സ്റ്റൗ ക്ലീനായാൽ തന്നെ പകുതി നമ്മുടെ കിച്ചൺ ക്ലീനായ പോലെ ഉണ്ടാവുക. പിന്നെ കെറ്റിലിരിക്കുന്ന ഭാഗം, മിക്സി, ആ ഒരു ഏരിയ ഒന്ന് തുടച്ചെടുത്തു. ആദ്യം ഒന്ന് തുടച്ചു. അതിന് ശേഷം ആദ്യം തന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് അവിടെ നിന്ന് പൊടിയൊക്കെ ഉണ്ടായിരുന്നതൊന്ന് തുടച്ച് വൃത്തിയാക്കി. അതിന് ശേഷം നമ്മുടെ ലോഷൻ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇവിടെ ഈ ഒരു സൈഡ് മാത്രം ഞാൻ തുടയ്ക്കുന്നേ ഉള്ളൂ, ഇപ്പുറത്തെ സൈഡ് മാത്രമായിട്ട് കഴുകണുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് 1-2 പ്രാണികളും പിന്നെ 1-2-3 കുറച്ച് കരടുകളൊക്കെ ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡിൻ്റെ അടിയിൽ. സ്റ്റാൻഡ് അങ്ങനെ എപ്പോഴും നമ്മൾ നീക്കിയിട്ട് തുടയ്ക്കുന്നില്ലല്ലോ, അത് കാരണം കൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ ലോഷൻ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഉരച്ച്, ഈ ടൈലിൻ്റെ ഇടയ്ക്ക് കൂടി ഉണ്ടാവും അഴുക്കൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് അങ്ങനെ വൃത്തിയാക്കിയിട്ടോ. അപ്പോൾ അതിന് ശേഷം 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി വാഷ് ബേസിനിലോട്ട് അങ്ങോട്ട് വെള്ളം വൈപ്പ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഈ ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്. ഈ ഒരു സൈഡ് സെറ്റായതിന് ശേഷം ഞാൻ നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിലോട്ട് ക്ലീനിങ് ഇനിയും ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇതുപോലൊരു വൈപ്പർ നമുക്ക് നല്ല യൂസ്ഫുൾ ആട്ടോ. വൈപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേഗം ക്ലീനായി കിട്ടും, വേഗം ഒന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ഉണങ്ങി അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ വെജിറ്റബിൾ ട്രേ ഉണ്ടായിരുന്നു, അതും ഒന്ന് മാറ്റിയിട്ടോ. അത് മാറ്റിയതിന് ശേഷം എനിക്കൊരു അബദ്ധം പറ്റി. എന്നാന്ന് വെച്ചാൽ വെജിറ്റബിൾ ട്രേ ക്ലീൻ ചെയ്തപ്പം അതിൻ്റെ അടിയിൽ പേപ്പർ ഇടാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളിയുടെ തൊണ്ടൊക്കെ അവിടെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് തുടച്ച് നമ്മുടെ വേസ്റ്റ് ഇടുന്ന പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ പാത്രം വെക്കുന്ന ആ ഒരു പാത്രം വെക്കുന്ന ആ ഒരു ട്രേ അത് ഒന്ന് കഴുകി വെച്ചു. അത് 2-3 ദിവസം കൂടുമ്പോൾ കഴുകി വെക്കും കേട്ടോ, ഇല്ലെങ്കിൽ അതിൽ മൊത്തം അഴുക്കാവും. എങ്ങനെയാണെന്ന് അറിയത്തില്ല, മൊത്തം അഴുക്കാവും. അതിനുശേഷം ഇവിടെയും നല്ലോണം വെള്ളം ഒഴിച്ച് സ്ക്രബ് ചെയ്തു. ആ ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴുകി. അതിന് ശേഷം നല്ലോണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് 1-2-3 പ്രാവശ്യമെങ്കിലും വേണം. ഇവിടെ ഞാൻ ഹാൻഡ് വാഷും വെള്ളവും നാരങ്ങ നീരും കൂടെയുള്ള മിക്സ് വെച്ചിട്ടാണ് കഴുകിയത്.
എന്നിട്ട് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് തുടച്ചു. കാരണം രാത്രി ഉറങ്ങാറായി. അപ്പം ഇതൊന്ന് തീർത്തേച്ച് വേണം നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചും കൂടി എടുത്ത് കേട്ടോ. പിന്നെ വാഷ് ബേസിനും കൂടെയും കഴുകി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ക്ലീനിങ് അങ്ങോട്ട് തീർന്നു കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ആ 2 ടിന്നിരിക്കുന്നത് ഞാൻ ഫോൺ വെക്കുന്നതാട്ടോ, ഫോണ് സ്റ്റാൻഡ് വെക്കുന്നതാണ്. അപ്പോൾ ഇതാ പിന്നെ സ്റ്റാൻഡൊക്കെ നമ്മുടെ ഇത് തിരിച്ച് വെച്ചു. ഞാൻ അപ്പുറത്ത് ഒരു ചെറിയ സ്റ്റാൻഡ് എടുത്ത് വെച്ച് നോക്കിയതാണ്, പക്ഷേ അതങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ തിരിച്ച് വെച്ചു. ഇനിയിപ്പം പ്ലേറ്റുകളും തവികളൊക്കെ അതിൻ്റെ സ്ഥാനത്തോട്ടിട്ട് റെഡിയാക്കി. ഈ ഒരു സ്റ്റാൻഡ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കണത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് ഉള്ളിലേക്ക് എടുത്ത് വെക്കാനായിട്ട് ഇത് കയറില്ല. കുറച്ച് നമ്മുടെ കബോർഡിനകത്ത് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് നമ്മുടെ സ്റ്റാൻഡിന്. അത് കാരണം കൊണ്ട് അവിടെ വെക്കുന്നത്. ഇല്ല, എനിക്കിഷ്ടമൊന്നുമല്ല അതവിടെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതെന്ന് വെച്ചാൽ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം അങ്ങ് പോകും. ഇച്ചിരി വലിയ സ്റ്റാൻഡാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വെക്കാണ്ടിരിക്കാനും പറ്റത്തില്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ എടുത്ത സാധനങ്ങളൊക്കെ അത്യാവശ്യം സാധനങ്ങൾ, കെറ്റിലും മിക്സിയും ഉപ്പുപാത്രം, അതുപോലെ നമ്മുടെ തവികൾ വെക്കുന്ന ഒരു ട്രെയിം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഓർഗനൈസറും ഒക്കെ നമുക്ക് തിരിച്ചങ്ങോട്ട് വെക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കൗണ്ടർ ടോപ്പിൽ ഒന്നും വെക്കാണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ചോറ് ബാലൻസ് ഉള്ളതെന്ന് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോയും ഇതിലുള്ള കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.